ഹായ് ഗൈസ്, ക്ലീ 2026 സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ലോ എൻട്രൻസിൽ ചോദിക്കുന്ന 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോസ് ഓരോന്നായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസിനെ പറ്റി ഒരു ഐഡിയ കിട്ടി, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോയും ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഈ ലോ എൻട്രൻസ് എന്നും എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളാണ്. ഇല്ലേ, നമ്മൾ ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉള്ള ഒരു പ്രോപ്പർ കൺസിസ്റ്റൻ്റ് ഹാർഡ് വർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നു വിചാരിക്കുന്നു. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉഷാറായി പഠിച്ച് ഒരു ഗവൺമെൻറ് സീറ്റ് നമുക്ക് അടിക്കാം. അപ്പോൾ ഒരു പ്രവേശന പരീക്ഷ അല്ലെങ്കിൽ കേരള ലോ എൻട്രൻസ് എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഒന്ന്, നമ്മുടെ സിലബസ്. എപ്പോഴും നമ്മുടെ ആ സിലബസിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. സിലബസ് വിട്ട് നമ്മൾ പുറത്തുപോയി കാര്യങ്ങൾ പഠിക്കരുത്. ഓക്കെ, സിലബസ് ഉള്ള കാര്യങ്ങൾ പഠിച്ച് തീർക്കുക, അതിൽ പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഒരു 5-6 വർഷത്തിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുക. അതിൽ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിളിൽ തുടങ്ങുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാം. നമ്മളൊരു കേരള ലോ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സബ്ജക്റ്റ് നോളേജ് ഒക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡാണ്. ഓക്കെ, നമ്മുടെ മൈൻഡാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിത് പറ്റും, നമ്മളെ കൊണ്ട് ഇത് പറ്റും, നമ്മളെ കൊണ്ട് ഇത് എന്തായാലും പറ്റും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യം വേണ്ടത് നിങ്ങൾക്ക്. ഓക്കെ, നമ്മുടെ സ്കിൽസിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ, നമുക്ക് സ്കിൽസ് ഉണ്ടോ, ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, നമ്മൾ വിചാരിക്കുന്ന കാര്യം. ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്സ്. ഇല്ലേ, നമ്മുടെ 2026 2020 വേൾഡ് കപ്പ് കഴിഞ്ഞു, ഇന്ത്യ ചാമ്പ്യൻസായി. അപ്പോൾ ഇന്ത്യ ചാമ്പ്യൻ ആവാൻ ഒരു കാരണക്കാരനായ ഒരു മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ ഒരു മലയാളി പയ്യനുണ്ട്, ഇല്ലേ, നമ്മുടെ സഞ്ജു സാംസൺ. അയാളുടെ ഒരു കഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലേ, ഈ 2020 ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന, ഇന്ത്യയിൽ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പോർട്ടാണ് ക്രിക്കറ്റ്. ആ ക്രിക്കറ്റ് ടീമിലെ നാഷണൽ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളത് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇല്ലേ, വലിയ കോടാനകോടി ആൾക്കാരാണ് കളിക്കുന്ന ആ ഒരു ടീമിലേക്ക് കയറാൻ വേണ്ടി. ഈ 2026 ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന മനുഷ്യൻ ബെഞ്ചിലായിരുന്നു, പകരക്കാരനായിരുന്നു. പിന്നീട് സൂപ്പർ 8 നോക്കൗട്ട് ഗെയിമിൽ ടീമിൽ ഓപ്പണറായി വരുന്നു, ഒരു മികച്ച ഇന്നിങ്സ് കളിക്കുന്നു, ടീമിൻ്റെ രക്ഷകനായി മാറുന്നു. പിന്നീട് സെമിഫൈനലിൽ ശക്തരായ ഇംഗ്ലണ്ടിനെതിരെയും ഒരു കിടിലൻ ഇന്നിങ്സ് കളിക്കുന്നു. ആ കളിയിലും ഇന്ത്യ ജയിക്കാൻ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു. കഴിഞ്ഞില്ല, ഫൈനലിൽ വന്നു, ഫൈനലിലും ഒരു മികച്ച ഇന്നിങ്സ് കളിക്കുന്നു, ടീം ഇന്ത്യനെ കിരീടം ചൂടിക്കുന്നു. അതുപോലെ തന്നെ ആ മനുഷ്യൻ ആ ടൂർണമെൻറ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആവുന്നു. ആ കഥയൊന്ന് ആലോചിക്കുക. വാട്ട് ആൻ ഇൻസ്പിറേഷൻ, വാട്ട് എ പ്ലെയർ. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ തഴയപ്പെട്ടേക്കാം, നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അതിനൊക്കെ മറുപടി എന്താണ്? നമ്മുടെ വിജയമാണ്. സോ അവിടെ സഞ്ജു സാംസൺ എന്തുകൊണ്ട് വിജയിച്ചു? ഹീ ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മളെ ബിലീവ് ചെയ്യണം. ഓക്കെ, ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ഓൾവേസ് വർക്ക് ഫോർ ഇറ്റ്. നമ്മൾ പണിയെടുക്കുക, ഓൾവേസ് വർക്ക് ഫോർ ഇറ്റ്. ഇല്ലേ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഗുഡ് തിങ്സ് വിൽ കം ഫോർ ദോസ് ഹു വർക്ക് ഫോർ ഇറ്റ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ചുറ്റുമുള്ള ഔട്ട്സൈഡ് നോയ്സസ് ഒന്നും നോക്കണ്ട. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, ഞാൻ മലയാളം മീഡിയം, എനിക്ക് ഇംഗ്ലീഷ് ലോയാണ്, എനിക്ക് മാത്സ് അറിയില്ല, നത്തിങ് എവർ മാറ്റേഴ്സ്. ഞാൻ ഒറ്റ കാര്യം, നമ്മളെല്ലാവരെ കൊണ്ടേ പറ്റും. എന്തും പഠിച്ചെടുക്കാൻ നമുക്ക് എന്തും പറ്റും. ഓൺലി തിങ് ഈസ് ദാറ്റ് നമുക്ക് പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ടത്. അപ്പോൾ അത് റെഡിയാക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ പ്രിപ്പയർ ചെയ്ത കാലഘട്ടത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സ്റ്റഡി ടൈം ടേബിളാണ്. നിങ്ങൾക്കിത് ഓക്കെ ആണെന്ന് തോന്നുന്നു നിങ്ങൾ ഫോളോ ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം, ടൈം ടേബിൾ ഉണ്ടാക്കണം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ മൈൻഡ് ഔട്ട് ആകണം, നിങ്ങൾ ഡെസ്പ് ആക്കാനും അല്ല. നമ്മളെപ്പോഴും റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കണം. നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇതിൽ, ഓരോ വർഷം തോറും കോമ്പറ്റീഷൻ കൂടിക്കൂടി വരിക. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കീപ്പ് ഇൻ മൈൻഡ് കൺസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക്.
കൺസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് എപ്പോഴും റിസൾട്ട് ഉള്ളൂ. നമ്മൾ ഒരു ദിവസം നിങ്ങൾ 8 മണിക്കൂർ പഠിച്ചു, അടുത്ത ദിവസം പഠിച്ചില്ല, മൂന്നാമത്തെ ദിവസം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ 2 മണിക്കൂർ വെച്ച് നിങ്ങൾ ഡെയിലി പഠിക്കണമെങ്കിൽ റിസൾട്ട്സ് വിൽക്കാം. സോ ഓൾവേസ് ഹാർഡ് വർക്ക് വേണം, അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു 9 hours, ഒരു 9 മണിക്കൂർ മാറ്റി വെക്കണം. ഓക്കെ, അത് നിങ്ങൾ ചിലരൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടാവും. 9 മണിക്കൂറാണ് ഈ സാർ എന്താ ഈ പറയണത്? ഞാൻ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ, എനിക്കെങ്ങനെ 9 മണിക്കൂർ? കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്ന ആളായാലും സമയം കണ്ടെത്താൻ പറ്റില്ലേ? ഈ 9 മണിക്കൂർ എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു ജനറലായിട്ട് ഇതാ പറഞ്ഞത്. നിങ്ങളുടേതായ ഒരു ലൈഫ് ഷെഡ്യൂളിനനുസരിച്ച്, നിങ്ങളുടേതായ ഒരു ലൈഫ് സൈക്കിളിനനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്ത് റീഫർബിഷ് ചെയ്തെടുത്തോ, കുഴപ്പമില്ല. ഒരു 9 hours ഞാൻ പറയാം, ഒരു 9 hours ഡെയിലി നിങ്ങൾ മാറ്റി വെക്കാം. ഒരു 2, 3, 4 മാസമാണ് അല്ലേ? ജൂൺ ആകുമ്പോഴേക്കും പരീക്ഷ, ജൂൺ പകുതിയോടെ എന്തായാലും അതിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും എൻ്റെ. ഓക്കെ, ഒരു 3 മാസമല്ലേ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നേ, അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഒരു 9 hours, ഈ 9 hours 2 hours നമ്മൾ ലീഗലിന് വേണ്ടി മാറ്റുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ലീഗലിൽ നിന്നാണ്. അപ്പോൾ ലീഗലിൽ നിന്ന് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഓക്കെ, പിന്നെ ഒരു 2 മണിക്കൂർ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കണം. ഈ 2 മണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു 30 minutes, ഈ 2 മണിക്കൂറിൽ ഒരു 30 minutes നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? ഒരു ഡിക്ഷണറി മറച്ചു വെച്ച് ഒരു 10 ന്യൂ ഇംഗ്ലീഷ് വേർഡ്സ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ഉള്ള 10 ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പോൾ ഒരു ഡിക്ഷണറി മറച്ചു നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇല്ലേ? ഇപ്പോൾ റിസീവിൻ്റെ ഇ ആണോ ഐ ആണോ ആദ്യം വരുന്നത്? റിലീഫിൻ്റെ ഐ ആണോ ഇ ആണോ ആദ്യം വരുന്നത്? അങ്ങനെ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്. ലോലിപോപ്പിൽ 2 എല്ലുണ്ട്, 1 എല്ലുണ്ടോ? അങ്ങനെ കുറേ കൺഫ്യൂസിങ് ആയിട്ട്. അപ്പോൾ ഒരു ഡെയിലി ഒരു 10 കൺഫ്യൂസിങ് സ്പെല്ലിങ്സ് വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കുക. ഒപ്പം എന്താണ് ആ വേർഡിൻ്റെ അർത്ഥവും കൂടെ പഠിച്ചു വയ്ക്കുക. കാരണം കൺഫ്യൂസിങ് സ്പെല്ലിങ്സിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് സ്പെല്ലിൻ്റെ ഭാഗത്ത് 10 ചോദ്യങ്ങൾ വരും. 10 ചോദ്യം എന്ന് പറയുന്നത് എത്രയാണ്? 30 മാർക്കാണ് 10 ചോദ്യം. 10 ചോദ്യം പറഞ്ഞാൽ 30 മാർക്ക്. അതുപോലെ ആൻറ്റോണിയം സിനോണിം. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 10 ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് എഴുതി നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്ത് പഠിക്കുക. ഒരു 10 എന്ന് പറഞ്ഞാൽ മിനിമം ഞാൻ പറയാം, കൂടുതലുണ്ടെങ്കിൽ ചെയ്തോ. ഓക്കെ, പിന്നെ അതുപോലെ ഒരു 10 ആൻറ്റോണിയംസ്, ഒരു 10 സിനോണിയംസ്, അതുപോലെ 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇത്രയും കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്യണം. ഒരു അരമണിക്കൂർ, 2 മണിക്കൂറിലെ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റുക. ബാക്കി 1.5 മണിക്കൂർ നിങ്ങൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ പഠിക്കും, ഗ്രാമറും കാര്യങ്ങൾ മറ്റുള്ള ടോപ്പിക്സ് പഠിക്കാൻ നിങ്ങൾ മാറ്റി വെച്ചു. ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഒരു 10 കൺഫ്യൂസിങ് സ്പെല്ലിങ്സ് ഡിക്ഷണറി മറച്ച് നോക്കി അധികം നിങ്ങൾ എന്ത് എഴുതി പഠിക്കും. ഒപ്പം സ്പെല്ലിംഗ് പഠിക്കാൻ അതിൻ്റെ അർത്ഥവും പഠിച്ചു വയ്ക്കുക. കാരണം ആൻറ്റോണിയം സിനോണിംസിന് ചോദ്യങ്ങൾ വരുന്നതിന്. പിന്നെ അതുപോലെ ഒരു 10 ആൻറ്റോണിംസ്, 10 സിനോണിംസ്, അതുപോലെ ഒരു 10 ഇഡിയംസ്. ഡെയിലി ബേസിസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് വലിയ ഭാരമായിട്ട് തോന്നില്ല. എക്സാമിൻ്റെ ഒരാഴ്ച മുന്നിരുന്നിട്ട് 100, 200 ഇഡിയംസ് ഓഫ് ഫ്രേസ് എത്ര എണ്ണം ഉണ്ട്? ആൻറ്റോണിംസ് 1000കണക്കിനുണ്ട്. വേർഡ്സ് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഒരു ഡെയിലി ബേസിസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളത് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ 2 hours ലോ പഠിക്കാൻ, 2 hours ഇംഗ്ലീഷ് പഠിക്കുക, ഒരു 2 hours GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 2 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യാനും പഠിക്കണം. ഇപ്പം ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ചാനലുകളും ഇഷ്ടംപോലെ ഓൺലൈൻ മീഡിയാസും ഉണ്ട്. കറക്റ്റായിട്ട് ഒതൻറ്റിക്കായിട്ട് ഇൻഫോർമേഷൻ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കി പോകുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയണം. കാരണം ഒരുപാട് കാര്യം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 hours നിങ്ങൾ മാത്സിന് വേണ്ടി മാറ്റി വയ്ക്കണം. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് രണ്ടിനും വേണ്ടി മാറ്റി വയ്ക്കും. ഓക്കെ, മാത്സ് ആണ്, സമയം വേണം, ചെയ്ത് പഠിക്കാൻ സമയം വേണം. അപ്പോൾ 2 മണിക്കൂർ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശമായി 8 മണിക്കൂറായി അല്ലേ? 4 സബ്ജക്റ്റ് ഈ 2 മണിക്കൂർ വെച്ച്. ഓക്കെ, പിന്നെ ഒരു 30 minutes റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നേ അന്ന് പഠിച്ച് എല്ലാം നിങ്ങൾ റിവൈസ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങുള്ളൂ. ഓക്കെ, റിവിഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ അതുപോലെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തലേ ദിവസം എന്താണ് പഠിച്ചതെന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ റിവൈസിന് ഡെയിലി റിവിഷൻ ചെയ്യണം, വീക്ക്ലി റിവിഷൻ ചെയ്യണം, മന്ത്ലി റിവിഷൻ ചെയ്യണം. 3 ലെവലിൽ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങൾ റീകോൾ ചെയ്ത് എടുക്കണം. പിന്നെ ഒരു 30 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഡെയിലി ഒരു അരമണിക്കൂർ നിങ്ങൾ കുറേ MCQs നിങ്ങൾ ചെയ്യും. ഇപ്പം നിങ്ങൾ അന്ന് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ കുറച്ച് MCQs
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, എക്സാമിന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സബ്ജക്റ്റ് പഠിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 മണിക്കൂർ വെച്ച് ഓരോ സബ്ജക്റ്റിനും അരമണിക്കൂർ റിവിഷനും അരമണിക്കൂർ ഇതും അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്ര സമയമൊന്നും ഇല്ലാത്തവർ നിങ്ങൾക്ക് അവൈലബിൾ ടൈം വെച്ചിട്ട് പ്രോപ്പറായിട്ട് റീസ്ട്രക്ചർ ചെയ്തൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ ചിലവർ രാവിലെ പഠിക്കുന്നവർ കംഫർട്ടബിൾ ആയിട്ട്, ചിലവർ രാത്രി പഠിക്കാൻ കംഫർട്ടബിൾ. ഇപ്പോൾ എനിക്കൊക്കെ രാത്രി പഠിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ, രാവിലെ എൻ്റെ തല പൊങ്ങില്ല. പക്ഷേ ചിലവർക്ക് രാവിലെ. അപ്പോൾ നിങ്ങൾക്കെപ്പോഴാണ് കംഫർട്ടബിൾ രീതിയിൽ ആ രീതിയിൽ പ്രോപ്പർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതും സ്റ്റഡി പ്ലാൻ തരുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പണിയെടുക്കാൻ വേണ്ടിയാണ്. കൺസിസ്റ്റൻ്റ് ആയി പണിയെടുത്താൽ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് കൺവേ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ നോക്ക്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ എക്സാമിനോട് അടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ടേബിളും കൂടെ ഞാൻ തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോക്കസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ കഴിഞ്ഞ വർഷം കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, സാറേ +2 എക്സാം ആവുന്നതേ ഉള്ളൂ, +2 എക്സാം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാൻ മതിയില്ലേ? കുഴപ്പമില്ല, +2 എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ +2 പാസ്സായാലേ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യും. +2 കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പാസ്സാവും. എന്നിട്ട് നമുക്ക് +2 എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി നമുക്ക് എന്ത് ചെയ്യുക, ഫുൾ സ്ട്രെച്ചിൽ നമുക്ക് അങ്ങനെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലെല്ലാം ഞാൻ അപ്പോൾ ഷെയർ ചെയ്യുന്ന ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക.